ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ട് കഴിഞ്ഞാൽ ആ ദിവസത്തേക്ക് കുറേ ഗെറ്റ് റെഡി വിത്ത് മീ ഇടുന്നതായിരിക്കും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇപ്പം രണ്ടാമത്തെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീക്ക് പകരം 2:20 ആയിട്ടില്ല. നമുക്ക് 2:20 ആകുമ്പോഴാണ് പാല് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ പാല് വാങ്ങിക്കാൻ പോകുന്ന ആ സമയമുണ്ട് ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആവും. എൻ്റെ മെയിൻ സ്പോട്ടാണ്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഫിൽറ്റർ കറക്റ്റ് ആവും. കണ്ടോ, നമുക്കിവിടെ വെച്ചെന്ന് വെച്ചാൽ ഞാനൊരു കുഞ്ഞ് നിക്കറാണ് ഇട്ടിരിക്കുന്നത്. സ്മോൾ നിക്കർ. അപ്പം ഇത് മാറ്റി നമുക്കൊരു പാവാട ഇടണം. ഞാൻ വലിയിട്ട പാവാട തന്നെയാണ്, പേടിക്കണ്ട. ഇത് എനിക്ക് അറിയാമെങ്കിലും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അച്ചൂടെയാണ്. അച്ഛനാണെങ്കിൽ ഇത് കുഞ്ഞാണ്, അല്ല വലുതാണ്. അപ്പം എനിക്ക് ചെയ്യുന്നുണ്ട് ഇതിട്ട് കാണാം. പാവാടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു ഡ്രസ്സ് ഇട്ടില്ലായിരുന്നു, ഒരു ഞങ്ങൾ രണ്ടും ഗ്രീൻ കളറിൽ. ആ ഒരു ഡ്രസ്സ് നമ്മൾ അയ്യോ കളിച്ചത്, അത് കളിച്ചില്ലേ, അത് കളിച്ചപ്പോൾ ഇട്ട ഡ്രസ്സ് അച്ചൂടെയാണ്. ബിക്കോസ് അച്ചൂടെ ബർത്ത്ഡേക്ക് വെച്ചാൽ കഴിഞ്ഞ വർഷം അച്ചൂടെ 6 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് അച്ചൂന് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിച്ചു. അന്നാണെങ്കിൽ എനിക്ക് അച്ചു വന്നിട്ട ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എനിക്കാണ് വാങ്ങിച്ചത്. ബിക്കോസ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൺട്രോൾ നെറ്റ് ഉണ്ട് കഴിഞ്ഞാൽ. പിന്നെ നെറ്റ് ഡ്രസ്സ് എടുത്തു. അങ്ങനെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചുവിനാണെങ്കിൽ മറ്റേ ഫ്ലവേഴ്സിൻ്റെ ഗ്രീനുമാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവൾ അതെടുത്തു. പക്ഷെ അവൾക്കത് വലുതും എനിക്ക് ഞാൻ എടുത്ത് എനിക്ക് ചെറുതുമായിരുന്നു. അപ്പം കുറേ വർഷങ്ങൾക്ക് ഒരു വർഷമായിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കത് കുറച്ച് ചെറുതാണേ. അതുകൊണ്ട് അച്ചൂടെ കൊടുക്കേണ്ടി വന്നു. പക്ഷെ എനിക്ക് അച്ചൂടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. അച്ചൂടെ ആണെങ്കിൽ എനിക്ക് അത് കിട്ടിയപ്പോൾ തൊട്ട് ഭയങ്കര ടൈറ്റായിരുന്നു. പക്ഷെ അത്രയല്ല, കേട്ടാണെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അച്ചൂടെ ഡ്രസ്സ് ഇട്ടപ്പോൾ ഭയങ്കര സുഖമായിരുന്നു. ഇത് കറക്റ്റ് സൈസായിരുന്നു. അച്ചൂടെ മറ്റേത് കുറച്ച് ദിവസമാണെങ്കിലും കുഴപ്പമില്ല. കെട്ടിട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ വാചകം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കെട്ടുപടി ബാക്കിയോട് ചെയ്തിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ ഡോഗിൻ്റെ ക്രീം ഞാൻ കെട്ടെടുക്കുന്നു പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകുന്നു. ക്രീം മാത്രം ഇട്ട് പോയാൽ എനിക്ക് കുഴപ്പമില്ല. ക്രീം എന്തോ അലർജി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ക്രീം ഇട്ടിട്ട് ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അടുത്തത് അതേ റുട്ടീൻ എന്താണ്, പൗഡർ വരെ ഉള്ളൂ. ബിക്കോസ് പൊട്ടുണ്ട്, ഐഡറൊക്കെ ഉണ്ട്. മുടി ശരിയാക്കിയിട്ടാണ്. മുടി ശരിയാക്കിയിട്ട് അപ്പൂപ്പിനെ വിളിക്കാം. അപ്പൂപ്പ ഏകദേശം ഒച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.